ഒറ്റ ഗ്രോ ബാഗിൽ നിന്ന് ലഭിച്ചതാണ്. ഗ്രോ ബാഗിൽ ഇഞ്ചിക്ക് ഇത്രയും വിളവോ? നിങ്ങൾ വിശ്വസിക്കില്ല. വിളവെടുക്കുന്ന രഹസ്യം ഇപ്പോൾ കൃഷി വിളവെടുപ്പിന് തയ്യാറായി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ പച്ചിലകളെല്ലാം ഉണങ്ങിപ്പോകും, പിന്നെ മഞ്ഞളിക്കുകയും ചെയ്യും. നമ്മൾ ഇഞ്ചി നട്ടിരിക്കുന്ന ഗ്രോ ബാഗിൽ നിന്ന് കുറച്ച് മണ്ണ് മുകൾ ഭാഗത്ത് നിന്നും എടുത്തു മാറ്റുന്നു. കുറച്ച് ഇഞ്ചി കാണാനുണ്ട്. അത്യാവശ്യം ഇഞ്ചി ഉണ്ട് എന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഗ്രോ ബാഗിൻ്റെ അടിഭാഗത്തോട്ട് നോക്കാം ഇഞ്ചിയുണ്ടോ എന്ന്. നിങ്ങൾ ഗ്രോ ബാഗിലാണോ അതോ ചാക്കിലാണോ തറയിലാണോ കൃഷി ചെയ്യുന്നത്? ഇതുപോലെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും പിന്നെ നമ്മളാൽ കഴിയുന്ന ചെറിയ പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിഷരഹിത പച്ചക്കറികൾ കഴിക്കാം. ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ കൊണ്ട് ഇഞ്ചി എടുക്കുന്ന വീഡിയോയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വ്യക്തമായി കാണാൻ കഴിയാത്തത്. സാധാരണ ഇഞ്ചി കൃഷി ചെയ്യുന്നത് 8-10 മാസമാകുമ്പോഴേക്കും വിളവെടുക്കും. എന്നാൽ 6 മാസത്തിൽ വിളവെടുക്കുന്നവരുമുണ്ട്. ഇതുപോലെ ഗ്രോ ബാഗിൽ നട്ടുവെക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇഞ്ചി തീർന്നു പോകുമ്പോഴോ ചീത്തയായി പോകുമ്പോഴോ ഒക്കെ ഗ്രോ ബാഗിൽ നിന്നും നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. ഒരു 10 കവറിൽ ഇഞ്ചി നട്ടുവെക്കുകയാണെങ്കിൽ നമുക്ക് തീരുന്നതനുസരിച്ച് നമുക്ക് ഓരോന്നിൽ നിന്നും വിളവെടുക്കാം. ഇതിൽ ചിലത് അഴുകിപ്പോയിട്ടുണ്ട്, ഇതുപോലെ. നിങ്ങൾ ഈ ചാനൽ സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് കൂടി ചെയ്യുക. ഇഞ്ചിയുടെ പരിചരണത്തെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഏപ്രിൽ-മെയ് മാസത്തിൽ വേണം ഇഞ്ചി കൃഷി ചെയ്യേണ്ടത്. കടയിൽ നിന്ന് വാങ്ങിയ ഇഞ്ചി വെച്ചാണ് ഞാൻ കൃഷി ചെയ്തത്. എങ്കിലും അത്യാവശ്യം കുറച്ച് നമുക്ക് ലഭിക്കുകയും ചെയ്തു. നിങ്ങളും ഇതുപോലെ നിങ്ങളാൽ കഴിയുന്ന ഗ്രോ ബാഗിൽ നട്ടുകൊടുക്കുക. ഗ്രോ ബാഗിൽ നടുന്നതാണ് വളരെ എളുപ്പം. തറയിൽ നടുന്നതിനേക്കാൾ ഗ്രോ ബാഗിൽ നടുമ്പോഴാണ് നമുക്ക് കൂടുതൽ വിളവ് ലഭിക്കുക. അതുമാത്രമല്ല, സ്ഥലം കുറവുള്ളവർക്കും ഇത് കൃഷി ചെയ്യാൻ സൗകര്യപ്രദമായിരിക്കും. വിളവെടുക്കുന്നതിന് ഒരാഴ്ച മുന്നേ നമ്മൾ വെള്ളമൊഴിച്ച് കൊടുക്കരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിളവെടുക്കാൻ എളുപ്പമാകും. മണ്ണ് വരണ്ട് കിടക്കുകയും ഇളക്കിയെടുക്കാൻ എളുപ്പമാവുകയും ചെയ്യും. ഇതിൽ നിന്ന് പൊടിച്ചു വന്ന ചെറിയ കമ്പ് ഞാൻ ഇതിനോടൊപ്പം നട്ടുകൊടുക്കുന്നു. ഇഞ്ചി കേടാകാതിരിക്കാൻ ചിലർ മണ്ണിൽ സൂക്ഷിക്കാറുണ്ട്. ധാരാളം വിളവെടുക്കുന്നവർ കഴുകിയാണ് സൂക്ഷിക്കുന്നത്. എന്നാൽ ഞാൻ ഇവിടെ കഴുകുന്നില്ല. എനിക്ക് കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും നല്ലതെടുത്തിട്ട് വേണം നടേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത് വിളവെടുത്ത് മാറ്റിവെക്കുന്നു.